വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ സത്യഭാമ രാഘവൻ നായരോട് പറയുന്നുണ്ട് അസുഖമൊന്നും ഉണ്ടാക്കാതെ അങ്ങോട്ട് വന്നിരിക്കാനായിട്ട്. അന്നേരം നിനക്കിത് എങ്ങനെ സാധിക്കുന്നു, ഇവിടെ നിന്നൊരു പെൺകുട്ടിയാണ് ഇങ്ങനെ പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ ഇറങ്ങിപ്പോയതല്ലേ, ഇനിയിപ്പോൾ ആ പോക്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഭാമയെ നിനക്ക് എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പപ്പിയാണെങ്കിൽ അച്ചച്ചാന്നും പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നത്. അന്നേരം ഈ പൊന്നി ആൻറ്റി എന്നെ ഉറക്കാൻ പോവുകയാണ്, എൻ്റെ അമ്മ ഒന്നില്ലല്ലോ, എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാൽ മതി, അമ്മ ഉറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി വാശി കാണിക്കുകയാണ് പപ്പി. അന്നേരം സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്, നിനക്ക് നിൻ്റെ അമ്മയുടെ കൂടെ കിടന്നാലേ ഉറക്കം വരുവോളാം, മനുഷ്യനെ ഇവിടെ സമാധാനമായിട്ട് എനിക്കിത്തിരി കുറച്ച് നേരം ഇരിക്കണം, അതിൻ്റെ ഇടയിൽ അവളുടെ അമ്മ കുമ്മയെന്നും പറഞ്ഞ് മര്യാദ പോയി കിടന്ന് ഉറങ്ങടി എന്നും പറഞ്ഞ് കുട്ടിയോടങ്ങ് ചാടിക്കടിക്കുകയാണ് ഭാമ. അന്നേരം ഈ കൊച്ചു കുട്ടിയോട് പോലും നിനക്ക് ഇങ്ങനെ പെരുമാറണം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, നീ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ എന്താ എനിക്ക് എന്താണെന്ന് അങ്ങോട്ട് പറയുമെന്നും പറഞ്ഞ് രാഘവൻ നായർ നേരെയും ഭാമ ചാടിക്കടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങോട്ട് പറയുമെന്ന് പറയുമ്പോൾ അത് തന്നെ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്നും എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി, കിടന്നാൽ മതി എന്നിങ്ങനെ കുട്ടി വാശി പിടിക്കുമ്പോൾ പൊന്നി വിളിക്കുന്നുണ്ട്, വാ മോളെ എന്നെ കൂടെ വഴക്ക് പറയിപ്പിക്കാതെ വാ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ച് കുട്ടിയെ മുകളിലേക്ക് പപ്പിയെ പൊന്നിയാണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. അന്നേരവും പിന്നെ സത്യഭാമ പറയുകയാണ്, ഇവിടെ വീട് വരെ പോകുമെന്നിരിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്താണ് ഓരോരുത്തരുടെ ഒരു ഇറങ്ങിപ്പോക്കും ഉമ്മയെന്നും പറഞ്ഞിട്ട് മനുഷ്യന് സമാധാനവും തരില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങോട്ട് വീണ്ടും ചാടിത്തുള്ളുകയാണ്. ഈ സമയത്താണ് വിഷ്ണു വരുന്നത്. അന്നേരം വിഷ്ണു വരുന്നത് കാണുമ്പോൾ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്തായടാ ശ്യാമയെക്കുറിച്ച് എന്തായി അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പേറ്റുനോവ് അറിഞ്ഞിരിക്കുന്ന ഗർഭിണിയെ പോലെയുള്ള അവസ്ഥയായിരുന്നു നിൻ്റെ അച്ഛൻ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടോ ചത്തോ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്നും പറഞ്ഞ് ഭാമ വിഷ്ണുവിന് നേരെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അമ്മയ്ക്കൊന്ന് മിണ്ടായിരിക്കാമോ, അത് ആലോചിച്ച് കൂട്ടാനുള്ള സമാധാനമില്ലാത്ത കാര്യങ്ങളെല്ലാമൊക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിൻ്റെ കൂടെ നാട്ടുകാരെ കൂടെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പറയണം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാനാണ് ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞിട്ട് ഭാമ അവിടെയും ദേഷ്യപ്പെടുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നീ അവളോട് സമാധാനമൊന്നും പറയാതെ നീ ഞാൻ ചോദിച്ചതിന് പറ എന്ന് പറയുമ്പോഴും അച്ഛാ ശ്യാമ ശാരദാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമ വീണ്ടും വഴക്കങ്ങോട്ട് പറയുകയാണ് ഈ ശ്യാമ പോയതിനെക്കുറിച്ചോ, അവൾക്ക് അങ്ങ് പോയാൽ മതിയല്ലോ, അവിടെയെങ്കിലും പോയാൽ മതി, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീണ്ടും കയറി വരും മനുഷ്യനെ മനസ്സമാധാനം കളയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഭാമയെല്ലാം അങ്ങ് പരസ്പരം എന്തായില്ലാതെയും ദേഷ്യത്തോടെയും വാശിയോടെയും ഒക്കെ ഓരോന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നീ അവൾ പറയുന്നത് കേൾക്കണ്ട, ഇപ്പോഴാണെങ്കിൽ പപ്പിമോൾ ഇത്രയും നേരം അമ്മയുടെ കൂടെ ഉറങ്ങുമെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ ശാരദാമ്മയുടെ വീട്ടിൽ കൊണ്ടാക്ക് എന്ന് പറയുകയാണ്. അന്നേരം ഇനി അതിൻ്റെ ആവശ്യം കൂടെ ഇല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടാക്കിക്കൊടു, നീ ഇങ്ങനെ തെക്ക് വടക്കോ ജോലിയില്ലാതെ ഇങ്ങനെ നടക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ അവൾ പറയുന്നത് കേൾക്കണ്ട, കൊച്ചിനെ കൊണ്ടാക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കൊണ്ടാക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് പപ്പി എന്നിങ്ങനെ രാഘവൻ നായർ മുകളിലേക്ക് നോക്കി വിളിക്കുമ്പോൾ എന്താ അച്ചച്ചാന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അമ്മ വന്നോ എന്നിങ്ങനെ കുട്ടി സങ്കടത്തോടെയാണ്, ആ കൊച്ചിന് സങ്കടം കാണേണ്ടത് തന്നെയാണ്. അന്നേരം പറയുന്നുണ്ട്, വന്നു അമ്മേ ശാരദാമ്മയുടെ വീട്ടിലുണ്ട് മോളെ, വിഷ്ണുവച്ചാൻ അവിടെ കൊണ്ടാക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണുവച്ചാൻ കൊണ്ടാക്കുമോ വിഷ്ണുവച്ചാൻ ചോദിക്കുമ്പോൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹത്തോടെ വിഷ്ണു തലോടുന്നുണ്ട്. അതിനുശേഷം കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, നീ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, അമ്മ പഠിക്കലാക്കിയിട്ട് തിരിച്ചിഞ്ഞ് പോന്നേക്കണം, ഇനി അവിടെ കയറാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരാനായിട്ട് അല്പമെങ്കിലും താമസിച്ചാൽ ഞാൻ അങ്ങോട്ടത്തേക്ക് വരും എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മണ്ടയിലോട്ട് കേട്, വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് തിരികെ ഈ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ഇപ്പം സമാധാനമായല്ലോ, ഇനി അതും ആലോചിച്ചിന് ഒരു അസുഖം വരുത്തി വെക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പിള്ള കൂടെ പോവുകയാണ്. അന്നേരം ചെല്ല് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ പൊന്നി ഇങ്ങനെ നോക്കുന്നുണ്ട്, നീ എന്തുവാടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന, കയറി പൊടി എന്ന് പറയുമ്പോൾ ഇനി അവളെ മെക്കിട്ട് കയറുമെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് രാഘവൻ നായർ പോകുന്നത്. അപ്പോൾ പിള്ള പുറകെ പോവുകയാണ്. അന്നേരം ഓടി ചെല്ല് എന്നിങ്ങനെ എല്ലാവരോടും ദേഷ്യമാണ് ഭാമയ്ക്ക്. എന്നിട്ട് ഭാമ അങ്ങനെ അവിടെ ഇരുന്നിട്ട് വീണ്ടും അവിടെ ഇരുന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി അവൻ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആൾ പോകേണ്ടി വരുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിന് മുമ്പേ ശ്യാമയും വഴക്ക് പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ തോന്നിയതുപോലെ നടന്നാൽ മതിയല്ലോ, അവളെ നന്നാക്കേണ്ടവനാണെങ്കിൽ എവിടെയോ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഭാമയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അകത്ത് കയറിയിട്ടും രാഘവൻ നായർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കാറിൽ വെച്ച് കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങോട്ട് വരാത്ത, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വിഷ്ണു ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുകയാണ്. തൻ്റെ കുട്ടിയാണെന്നുള്ള ഒരു സ്നേഹമാണ് അപ്പോഴും
പറയുമ്പോഴേ വിഷ്ണുവിൻ്റെ മനസ്സിൽ. അന്നേരം അപ്പോൾ ഇന്ന് ചേച്ചിയമ്മയും ഞാനും സത്യയും അമ്മയും എല്ലാവരും കൂടി അവിടെ വലിയ സന്തോഷമായിരിക്കും അല്ലേ, വിഷ്ണു അച്ഛനും അവിടെ നിൽക്കാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് വേണ്ട മോളെ, സത്യാമ്മയുടെ ദേഷ്യം മോള് കണ്ടില്ലേ, വിഷ്ണു അച്ഛൻ പിന്നെ ഒരിക്കൽ വരാം, കൊണ്ടാക്കിയിട്ട് ഇനി വരാമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കുട്ടി സമ്മതിച്ച് ഇരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ശ്യാമയാണെങ്കിൽ റൂമിനകത്തിരുന്നിട്ട് ചന്ദ്രബോസ് പറഞ്ഞതും രോഹിത് പറഞ്ഞതും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഭക്ഷണമായിട്ട് വരുന്നുണ്ട്, ചൂട് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ട്, ഇതങ്ങോട്ട് കുടിക്കുക, അപ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നീട്ടുകയാണ്. അന്നേരം അവിടെ വെച്ചേക്ക് ഞാൻ കുടിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, രോഹിത്തിനെയൊക്കെ പറഞ്ഞു നിർത്താം, പിന്നെ നിനക്ക് എന്നെ വിശ്വാസമില്ലേ, രോഹിത്തിൻ്റെ മാറ്റമൊക്കെ വരുത്തി ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. ഇപ്പോഴും സത്യാമ്മയുടെ മുന്നിൽ പപ്പി നിൻ്റെ മോളാണ്, അപ്പോൾ പ്രശ്നം രോഹിത്തിന് നിന്നെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ മൂന്നുപേരുമാണ് ആദ്യം വിഷമിക്കേണ്ടത്. അമ്മ പിന്നെ നമ്മളെ വളർത്തിയത് അങ്ങനെയല്ലേ, അതുകൊണ്ട് ഇനി അങ്ങനത്തെയുള്ള ബുദ്ധിമോശം ഒന്നും വേണ്ട. ഇനിയിപ്പോൾ രോഹിത്തിനെ എപ്പോഴും അവിടെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാനൊന്നും സാധിക്കില്ല എന്ന് സുസ്മിത വിടില്ല എന്ന് പറയുകയാണ്. അന്നേരം നിയമവും കോടതിയും ഒക്കെ ഇല്ലേ, നിയമത്തിൻ്റെ വഴിയെ പോകണമെങ്കിൽ നമുക്ക് ആ വഴിയും പോകാം. പിന്നെ ഇന്ന് നിന്നെ കാണാൻ എന്തുമാത്രമാണെന്നോ ഞങ്ങൾ വിഷമിച്ചത്. കളക്ടറാണെങ്കിൽ ഔദ്യോഗിക വാഹനവും കൊണ്ട് അനിയത്തെ തേടി നടത്തുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും ഇട്ടാൽ മതി, പിന്നെ അതിന് ഞാൻ എവിടെയൊക്കെ പിന്നെ കാര്യം പറയണം, ബോധിപ്പിക്കണമെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ആശ്വാസവാക്ക് പറയുന്നുണ്ട്. തുടർന്ന് കഞ്ഞി അവിടെ വെക്കുന്നുണ്ട് ശാരദാമ്മ. അതിനുശേഷം ശാരദാമ്മ ചോദിക്കുമ്പോൾ റൂമിൽ കാണും, ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാലിനി ഇങ്ങനെ സത്യയുടെ റൂമിലേക്ക് വരുമ്പോൾ സത്യ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം എന്താ ഇങ്ങനെ ആലോചിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, തൊട്ടടുത്തുണ്ടായിട്ടും എനിക്ക് എൻ്റെ അച്ഛനൊന്ന് വിളിക്കാൻ സാധിച്ചില്ലല്ലോ, എന്നിൽ നിന്ന് എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചത്, അമ്മയെന്നും പറഞ്ഞ് ഈ കുട്ടി അങ്ങോട്ട് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് എല്ലാവരുടെയും വേദന കണ്ടതിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷേ എൻ്റെ മോളുടെ വേദന എനിക്ക് അന്ന് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സത്യാമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മയായിട്ടുള്ള വഴക്കൊക്കെ മോൾക്കറിയില്ലേ, സത്യാമ്മയ്ക്ക് അമ്മയെ ഇഷ്ടമല്ല, മോളുടെ അച്ഛനെ ഞാനും കൂടി സംസാരിക്കുന്നത് ഒന്നിച്ചിരിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ മറച്ചു വെച്ചത്, മോൾ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്, മോൾക്ക് അച്ഛനെ സ്നേഹിക്കാം, അച്ഛനെ മോളെ സ്നേഹിക്കും, പക്ഷേ സത്യാമ്മയുടെ മുന്നിൽ അവർ ഇത് കാണിക്കരുത്, അച്ഛന് ദോഷമാണെന്ന് പറയുമ്പോൾ അച്ഛന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് ശാലിനിക്ക്, വേറെ ആരോടും പറയില്ല എന്നുള്ളത്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്, കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ പപ്പിമോളെയും കൂട്ടി വരുന്നുണ്ട്. അന്നേരം അകത്തേക്ക് കയറുമ്പോൾ ശാലിനിയാണ് കാണുന്നത്. ചേച്ചിയമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ശ്യാമയെ ഒരുവിധമാണ് സമാധാനിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പപ്പിമോൾ അമ്മയെ ശ്യാമയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അച്ഛനാണ് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കാനായിട്ട്, അവൾക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ. അന്നേരമാണെങ്കിൽ പിന്നെ ശാരദാമ്മ എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പോൾ മോൾ അകത്തേക്ക് ചിലയുടെ മേശപ്പുറത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ശാരദാമ്മ പറയുമ്പോൾ പപ്പി അങ്ങ് അകത്തേക്ക് ഓടിക്കയറി പോവുകയാണ്. തുടർന്നാണ് ശാരദാമ്മ പറയുന്നത് ശ്യാമയെ ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ചു, അവളുടെ മനസ്സൊരുപാട് വേദനിച്ചിട്ടുണ്ട്, രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ, അന്നേരം അവൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടാണ് മോശം, അവനെങ്കിലും തിരികെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്കാമെന്നൊക്കെ രോഹിത്തിനെ കുറിച്ച് പിന്നെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുമാണ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ തീരുമാനമായല്ലോ, ഇനിയെങ്കിലും മക്കളും എല്ലാം കൂടെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കണം, ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു അവസാനം വേണ്ട, ഇതെന്തൊരു ജീവിതമാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം, അത് കഴിഞ്ഞ് വിഷ്ണു ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ എന്നിങ്ങനെ കടുപ്പിച്ച് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കിയാണ്, ശാലിനി വിഷ്ണുവിൻ്റെ ആ മറുപടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതേസമയം അകത്തുനിന്ന് പപ്പി വിളിക്കുമ്പോൾ ശാരദാമ്മ ദാ വരുന്നു എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താ വിഷ്ണുട്ടൻ്റെ തീരുമാനം എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് പിടിച്ചാണ് ശാലിനിയെ ചോദിക്കുന്നത്. അന്നേരം വിഷ്ണു പറയുകയാണ് എടോ എൻ്റെ വീടിൻ്റെ ബാധ്യത എല്ലാം കൂടെ എനിക്ക് എന്ത് ചെയ്യേണ്ട എന്നാൽ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഞാനിപ്പോൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നൊഴിയട്ടെ, ഈ അവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്ന് അമ്മ അറിഞ്ഞാൽ അമ്മയുടെ ജീവന് പോലും എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ചിട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണെങ്കിൽ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈയങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിലായി, പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ
തീരട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്, ആർക്കോ വേണ്ടി നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കളഞ്ഞു, ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ വിഷ്ണുവേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ടോ തന്നെ ഞാൻ അകറ്റി നിർത്തിയല്ല, താനില്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കവിളിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. താൻ തന്നെയാണ് എൻ്റെ ജീവനും ജീവിതവും ഒക്കെ, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറയും. മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കുകയല്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി വിഷ്ണുവേട്ടൻ, എനിക്കെല്ലാം മനസ്സിലായി, അത് പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അത് കഴിഞ്ഞു മതി നമുക്കൊരു ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പസ്വാമിയെ കാത്തിരുന്ന ആ മാളികപ്പുറത്തിൻ്റെ കഥ പറയുന്നുണ്ട്. കന്യകപ്പന്മാരില്ലാത്തപ്പോൾ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത്, അതുപോലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ ഒന്നാവാമെന്ന് വിഷ്ണുവേട്ടൻ ഇങ്ങനെ വിചാരിക്കും തോറും ഈ ഒരു കഥ മനസ്സിലിങ്ങനെ ഓർമ്മിക്കണമെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആ ശാലിനിയുടെ സങ്കടം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ആ മാനസികാവസ്ഥ അന്നേരം ആ വീട് പോകുന്നതിനെ കുറിച്ചും എല്ലാം കൂടിയാണ്. അതുകൊണ്ടാണ് താൻ എന്നെ വെറുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല വിഷ്ണുവേട്ടൻ പൊയ്ക്കോ, ഇനിയിപ്പോൾ അമ്മ അല്ലെങ്കിൽ ഇറങ്ങി വരും, അമ്മയോട് ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ സത്യം വഴക്കുറേ, വിഷ്ണുവിൻ്റെ പൊയ്ക്കോ എന്നിങ്ങനെ സങ്കടത്തോടെ ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണുവാണെങ്കിൽ പോവുകയും വേണം, പക്ഷേ ശാലിനിയുടെ സങ്കടം കാണാനും പറ്റുന്നില്ല, ശാലിനിയെ കൂടെ കൂട്ടണം. ആ ഒരു അവസ്ഥയിൽ വിഷ്ണു എടോ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ചെറിയ സങ്കടത്തോടെ തന്നെ വിഷ്ണു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ആണെങ്കിൽ ആ മുറ്റത്ത് നിന്ന് ജീപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശാലിനി പറഞ്ഞതൊക്കെ ശാലിനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തന്നെയാണ് ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതിനൊക്കെ കാരണം. അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം കിട്ടിയിട്ടും കൂടെ കൂട്ടാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ പപ്പിമോൾ ഇപ്പോഴും സത്യം അമ്മയുടെ മനസ്സിൽ പിന്നെ പപ്പിമോൾ ഇപ്പോഴും ശ്യാമയുടെ രോഹിത്തിൻ്റെയും മകളാണ്. പക്ഷേ സത്യയ്ക്കാണെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാണെന്ന് അറിയത്തുമില്ല, ഞാൻ എത്ര സ്നേഹം വാരി കോരി കൊടുത്താലും ബിഗ് ഫ്രണ്ട് കൊടുക്കുന്ന സ്നേഹമായിട്ടേ അവൾ കരുതുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുന്നത്, അതൊരു മറവിയല്ല, മനഃപൂർവ്വമാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് ആ മുറ്റത്ത്. ഈ സമയത്താണ് സത്യ ആ പടിക്കൽ വന്ന് അച്ഛാന്ന് വിളിക്കുന്നത്. അതിൻ്റെ വിഷ്ണുവിൻ്റെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അച്ഛാന്ന് 2-3 തവണ വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയാണ്. അന്നേരം സത്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓടി വന്നിട്ട് അങ്ങ് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ആ കുട്ടിയുടെ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആ കുട്ടിയുടെ ലെവലിലേക്ക് ഇങ്ങനെ താന്നിരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു അച്ഛൻ എൻ്റെ അച്ഛനാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണല്ലേ എന്ന്. അന്നേരം അതെ, ഇപ്പോൾ മോളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നോട് എല്ലാം പറഞ്ഞു എന്നിങ്ങനെ കുട്ടി പറയുകയാണ്. അന്നേരം ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ആകെ സങ്കടവും വരികയാണ്. കുഞ്ഞിങ്ങനെ വിഷ്ണുവിന് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷ്ണു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞു മോൾക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ സന്തോഷമായില്ലേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് അമ്മ എന്നോട് പറഞ്ഞതെന്ന്. അന്നേരം മോൾ എന്താ ആഗ്രഹിച്ചതെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ബിഗ് ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും സംസാരിക്കുമ്പോഴും എന്നെ സ്നേഹിക്കുമ്പോഴും ഒക്കെ ബിഗ് ഫ്രണ്ടിന് എൻ്റെ അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിന് ആകപ്പാട് സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ സത്യമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ അച്ഛാന്ന് വിളിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോഴാണ് വിഷ്ണുവിന് അങ്ങ് അച്ഛന് വിഷമം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് കുട്ടിയും പിടിച്ചുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. ശാലിനി ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കുട്ടികൾക്ക് എന്നെ മനസ്സറിഞ്ഞ് അച്ഛാന്ന് വിളിക്കണമെങ്കിൽ പോലും ഒന്ന് പേടിക്കണമല്ലേ, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് പറയുമ്പോൾ ഇല്ല വിഷ്ണുവേട്ട, പിന്നെ വിഷ്ണുവേട്ട മാത്രമല്ല ഞാനും അങ്ങനെയല്ലേ ചെയ്തത്, മാർക്കൊക്കെയോ വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ മറച്ചു വെച്ചു, അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ പിന്നെ ഇങ്ങനെ മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അതിനെന്താണ് വേണ്ടതെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ശാലിനി കിടക്കുന്നുണ്ട്. അതേപോലെ വാന്ന് സത്യം വിളിക്കുമ്പോൾ സത്യം വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഇതൊക്കെ ശാരദാമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട്. ശാരദാമ്മയ്ക്കൊന്ന് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് വിഷ്ണു കുട്ടിയാണെങ്കിൽ ശാരദാമ്മയോട് പറയാണ്, ശാരദാമ്മയെ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണ് കേട്ടോ എന്ന്. അന്നേരം അയ്യോ ഇപ്പം മോൾക്ക് സന്തോഷമായാലും ചോദിക്കുമ്പോൾ ആയി എന്ന് പറയുകയാണ്. പെട്ടെന്ന് ശാലിനി ശാരദാമ്മയെ കണ്ടതുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് പപ്പിയും ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ആഹാ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണുവിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം സത്യം അങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഈ 2 കുട്ടികളെ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച ശാലിനിക്കും ശാരദാമ്മയ്ക്കും വളരെ സന്തോഷം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ 2 കുട്ടികളും വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഒരേ സമയം മുത്തം കൊടുക്കുന്നുണ്ട്. വിഷ്ണുവും 2 പേർക്കും അങ്ങോട്ട് മാറി മാറി അങ്ങോട്ട് മുത്തം കൊടുക്കുകയാണ്.
തുടർന്ന് ഈ കുട്ടികളങ്ങ് മാറി മാറി മുത്തം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ സത്യയോട് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം വരണം എന്നിങ്ങനെ പറയുകയാണ് പപ്പി. തുടർന്ന് രണ്ടുപേരെ ഇങ്ങനെ താഴെ ആക്കിയിട്ട് ശാലിനിയോട് ഇങ്ങനെ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരെ ഒന്നുകൂടി തലയിലൊക്കെ തലോടിയിട്ട് വിഷ്ണു സങ്കടത്തോടെ പോവുകയാണ്. വിഷ്ണുവിന് പോകാനും കഴിയുന്നില്ല, പക്ഷേ വീട്ടിലേക്ക് പോവുകയും വേണം. ആ ഒരു അവസ്ഥയിൽ സങ്കടപ്പെട്ട് വിഷ്ണു പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പൊട്ടി കരയുന്നുണ്ട്. തുടർന്ന് സത്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയെ കരയുന്നത്? അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി കുട്ടികളെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് വിഷമം വരുന്നുണ്ട്. അതേസമയം വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു ആകെ സങ്കടപ്പെട്ട് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി തന്നെയാണ്. ശ്യാമയാണെങ്കിൽ വീണ്ടും ഈ രോഹിത്തും ആ ചന്ദ്രബോസും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തങ്ങ് ശ്യാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യമൊക്കെ അങ്ങോട്ട് കൂടുകയാണ്, ഒറ്റയ്ക്കായി എന്നുള്ളൊരവസ്ഥ. ഈ സമയത്താണ് പിന്നെ ശാലിനിയും വരുന്നത്, ശാരദാമ്മയും ഒക്കെ ഇങ്ങനെ വരുന്നത്. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ, പോയി ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടോ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അവളെ വഴക്ക് പറയണ്ട എന്നുള്ളത്. ഈ സമയത്ത് പപ്പി ഓടിക്കൊണ്ട് വന്നിട്ട് വാ അമ്മ എനിക്ക് ഉറക്കം വന്നു കിടക്കാമെന്ന് പറയുമ്പോൾ ഏതമ്മ, അമ്മയല്ല, ഒന്നുമില്ല, എനിക്ക് ഭർത്താവുമില്ല, മക്കളുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം പപ്പിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുകയാണ്, വാ എന്നാൽ പിന്നെ ഇന്ന് ചേച്ചിയമ്മയുടെ കൂടെ കിടക്കാം, സത്യമുണ്ട്. അന്നേരം അപ്പം അമ്മ എന്ന് പറയുമ്പോൾ അമ്മ ഇന്ന് ശാരദാമ്മയുടെ കൂടെ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ അങ്ങ് നിർബന്ധമായിട്ട് ശാലിനി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരവും ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്യാമയൊക്കെ ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം, ഒരു മാനസിക നില തെറ്റിയൊരവസ്ഥയിൽ ശ്യാമ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് ശാലിനി കട്ടിലിൽ. അന്നേരം പറയുന്നുണ്ട് സത്യയ്ക്ക്, ഞാനിങ്ങനെ ഇന്ന് എൻ്റെ കൂടെ രണ്ട് മക്കൾ, ഈ അമ്മയുടെ കൂടെ രണ്ട് മക്കളും ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയോ എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. അതായത് ചേച്ചി അമ്മ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യ ചോദിക്കുന്നുണ്ട്, പപ്പിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം കുഴപ്പമൊന്നുമില്ല, എൻ്റെ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ സത്യ പറയുന്നുണ്ട്. അന്നേരം ഈ പപ്പി ചോദിക്കുകയാണ്, പിന്നെ എൻ്റെ അമ്മ എന്തിനാ എന്നോട് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്, കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും വഴക്കാണ്, സത്യയുടെ അമ്മയ്ക്ക് എന്തു സ്നേഹമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്താ എന്നെ പ്രസവിച്ചതല്ലേ എന്നോട് എന്താ സ്നേഹം കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുകളിലാണ് ഈ സത്യഭാമയുടെ വീടിൻ്റെ ജപ്തിയും പിന്നെ രോഹിത്തും സുസ്മിതയും ഒക്കെ വീണ്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.